ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴുള്ള നമ്മുടെ പേടി എങ്ങനെ മാറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇതൊരു അഭിപ്രായം പറച്ചിലല്ല, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. കാരണം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നല്ല വെടിപ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസിലൊന്നും അധികം തെറ്റിലൊന്നും ഉണ്ടാവില്ല, എപ്പോഴും കറക്റ്റായിട്ട് ഇടലുണ്ട്. പക്ഷേ ടെസ്റ്റിൻ്റെ അന്ന് പോയിട്ട് അന്തസ്സായിട്ടാണ് പൊട്ടി. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞ്, പിന്നെ അടുത്ത ചാൻസിന് 1 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, ഭയങ്കര നൂലാമാലയാണ്. നമ്മൾ ടെസ്റ്റ് പൊട്ടിയ വഴിക്ക് അപ്പം തന്നെ നമുക്ക് അടുത്ത ചാൻസ് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടിയെന്നുള്ളത് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് പിന്നെ അടുത്ത ടെസ്റ്റിന് പോകുമ്പോൾ വീണ്ടും കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അന്ന് ടെസ്റ്റിന് പോയപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിൻ്റെ അന്ന് രാവിലെ അവിടെ ചെന്ന് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി. എന്നിട്ട് ടെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അവിടെ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും നമ്മളവിടെ ചെന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മളെ ടെൻഷൻ ഒന്നും മറക്കാൻ വേണ്ടി അവരോട് ഇങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ ഓരോരോ കഥകൾ, ഓരോരുത്തർ ടെസ്റ്റ് പൊട്ടിയ കഥകൾ, അതുപോലെ കുറച്ച് ഒന്നങ്ങോട്ട് ബാക്കിറങ്ങുമ്പോഴേക്കും വിസിൽ വിളിക്കുക, അങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞ് ഒരു തുള്ളി പോലും ബാക്കത്തപ്പോൾ നമ്മൾ എച്ചിടുമ്പോൾ ഒരു തുള്ളി പോലും ബാക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളും സംഭവങ്ങളും പേടിപ്പെടുത്തലുകളും ഇതൊക്കെ കേട്ട് ഹൈപ്പർ ടെൻഷനായിട്ട് പോയിട്ട് സംഗതി കുറ്റിയും കയറൊക്കെ പറിച്ച സംഭവം ആകെ കോളാക്കിയിട്ടുണ്ട് പോകുന്നത്. അപ്പോൾ വെടിപ്പായിട്ടിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ആരൊക്കെ നിൽക്കുന്നുണ്ട് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും ഒന്നും നമ്മൾ കേൾക്കരുത്. ഇവരിതിനങ്ങോട്ട് പേടിപ്പെടുത്തുന്ന രീതിയിൽ RTO അതാക്കും ശേഖരതാവുമ്പോഴേക്ക് ഇറങ്ങാൻ പറയും. ഒന്നുമില്ല, വളരെ ഡീസൻ്റാണ് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ചാൽ മാത്രമേ നമ്മളങ്ങനെ വിചാരിച്ച് തിങ്ക് ചെയ്ത് പോയിട്ടാണ്. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോയപ്പോൾ എനിക്കുണ്ടായിരുന്ന വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ റോഡ് വരുമ്പോൾ പാസ്സായാലും റോഡ് കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കൂടുതൽ. കാരണം നമുക്ക് വണ്ടി അധികം ഓടിക്കാൻ അറിയില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലത്തെ പഠിപ്പിക്കൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന പഠിപ്പിക്കലല്ല അത്. കാരണം ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിങ്ങും ഒക്കെ അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അത് പാസ്സായാലും റോഡിൽ പൊട്ടുമോ എന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ, നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത്, ഓൾട്ടോയിൽ സ്വന്തമായിട്ട് ഒരു എല്ലിൻ്റെ ബോർഡും വെച്ച്, ഓൻ ലൈസൻസ് ഉള്ള ആളാണല്ലോ, ഉള്ളേരിയയിൽ കൂടെ നന്നായിട്ട് ഓടിച്ച് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് കുറച്ച് ദൂരം ഒരു ദിവസം ഓൾമോസ്റ്റ് രാവിലെ നേരത്തെ ഇറങ്ങി ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി 3 മണി വരെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ നല്ല ധൈര്യമായി. ഇനിയിപ്പോൾ ടെസ്റ്റിന് പോയ റോഡ് തന്നാലും എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. കാരണം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലത്തെ വണ്ടിയല്ല, ആ സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഇല്ല, സ്റ്റിയറിങ് ഈ പറഞ്ഞ പോലെ അവർ പിടിക്കണ പോലെ എപ്പോഴും ചാടി കയറി പിടിക്കില്ല. നമുക്ക് കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് അവൻ വിട്ട് തന്നു. അപ്പോൾ അതാണ് മെയിൻ, നമ്മുടെ കോൺഫിഡൻസാണ് മെയിൻ. അപ്പോൾ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. പിന്നെ ടെസ്റ്റിന് പോകണം അന്ന് ആദ്യത്തെ ടെസ്റ്റിന് ഞാൻ പോയപ്പോൾ ഇതിനിപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അറിഞ്ഞില്ല, ഇനിയിപ്പോൾ ആരൊക്കെ കളിയാക്കുമോ, അല്ലെങ്കിൽ ഇത് ജയിച്ച് കഴിഞ്ഞാലുള്ള സന്തോഷത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒന്നും വേണ്ട. നോർമൽ മൈൻഡിൽ പോയി രണ്ടാമത്തെ ടെസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പിന്നെ ആദ്യത്തെ ടെസ്റ്റിന് എനിക്ക് പറ്റിയ വേറൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഈ ഹൈപ്പർ ടെൻഷൻ കാരണമായി വണ്ടിയുടെ ഉള്ളിലാണ് കയറുന്നപ്പോൾ പിന്നെ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഓരോന്നും ഓർക്കാൻ മറന്നു. അതായത് നമ്മൾ വണ്ടി കയറി നിന്ന് ആദ്യം ഫോർവേഡ് എടുത്തു, പിന്നെ റിവേഴ്സ് എടുത്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എവിടുന്ന് എങ്ങോട്ട് നോക്കണം, എവിടുന്ന് ഓടിക്കണം എന്നുള്ള ഈ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് ഓർക്കുക. ടെസ്റ്റിന് ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് ഓർക്കുക. അത് ഞാൻ ആദ്യം ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് കയറി ഒരു വെപ്രാളത്തിൽ എന്തൊക്കെയാണ് കാണിച്ച് അവിടെയും ഇവിടെയും തട്ടി ആകെ കുറ്റിയൊക്കെ കൂടി പറിച്ചൊന്ന് പോന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ പോയപ്പോൾ റിവേഴ്സ് വരുന്നതെല്ലാം മെല്ലെ, കഴിയുന്നത്ര മെല്ലെ പോകാൻ ശ്രമിച്ചു. പിന്നെ ആ പോയിൻ്റ് എത്തുന്ന വരെ മാർക്കിങ്ങും കാര്യങ്ങളും കറക്റ്റായി നോക്കി കറക്റ്റായി ഓടിച്ചു. പിന്നെ ഒറ്റ പോക്കിൽ ഓടിക്കാൻ ശ്രമിച്ചില്ല, മെല്ലെ സ്ലോലി സമയമെടുത്ത് സാവകാശം റിലാക്സ് ചെയ്ത് ഓടിച്ചെടുത്തു. സംഗതി നൈസായിട്ട് കയറിപ്പോന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡ് ടെസ്റ്റും വണ്ടി റോട്ടിൽ ഓടിച്ച് കോൺഫിഡൻസ് ഓൾറെഡി വന്ന കാരണം റോഡ് ടെസ്റ്റിനും ഒരു പ്രശ്നം ഉണ്ടായില്ല.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ടെസ്റ്റ് എടുക്കാൻ പോകണമെന്നുണ്ട് വെച്ചാൽ, നമ്മൾ എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളാണ് വെച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മോഞ്ചാൻ സാധ്യതയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.